വെൽക്കം ടു ഡ്രൈവ് മി ഓട്ടോ. അപ്പോൾ ഇന്ന് ഒരു പുതിയ എപ്പിസോഡാണ്. നമ്മുടെ റോയൽ എൻഫീൽഡ് ഗറില്ല 450യുടെ പുതിയ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് പോലെയായിരുന്നു. എനിക്ക് കുറച്ച് ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രമേ ഓടിക്കാൻ കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് വൈറ്റിലുള്ള ഷോറൂമാണ് ഈ വണ്ടി തന്നിരിക്കുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ കൈസൻ എന്നുള്ള ഷോറൂമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവരെനിക്ക് ഇന്ന് വണ്ടി വിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദൂരം ഓടിച്ചു. അങ്ങനെ ഓടിച്ചപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസസ് ഞാൻ പറയാം. പിന്നെ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പഴയ വീഡിയോയിൽ ഇട്ടിരുന്നു. എങ്കിലും നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിലും കൂടെ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. കാരണം നിങ്ങൾ ഇനിയിപ്പോൾ പഴയ വീഡിയോ കാണാനായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ വണ്ടി വന്നിരിക്കുന്നത് 452cc ഒരു എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഹിമാലയൻ 450യുടെ സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അതേ പവർ തന്നെയാണ്. പക്ഷേ ഇത് റോഡ്സ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചുകൂടെ പിക്കപ്പ്, അതായത് ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ചുകൂടെ കൂടുതലാണ്. നമുക്ക് സിറ്റിയിലാണ് ഇത് കൂടുതലും യൂസ്ഫുൾ ആവുക. അപ്പോൾ പെട്ടെന്ന് വണ്ടി എടുത്ത് കയറി പോകാനായിട്ട് ഇതിന് ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ചാടി നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഈ റോഡ്സ്റ്റർ. പിന്നെ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിയർ സ്പ്രോക്കറ്റ് അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ട്യൂണിങ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എഞ്ചിന് 39.2 Nm ന്യൂട്ടൺ മീറ്റർ ആണ് ഇതിൻ്റെ ടോർക്ക് വരുന്നത്. അതുപോലെ 40 PS ആണ് ഇതിൻ്റെ പവർ വരുന്നത്. പിന്നെ ഇതിൻ്റെ വില വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന് 3,10,000 രൂപയാണ് വൈറ്റില ഷോറൂമിൽ വരുന്നത്. 3,22,000 ആണ് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത്, അതായത് മിഡിൽ ഓപ്ഷൻ വരുന്നത്. തേർഡ് ഓപ്ഷന് 3,28,000 രൂപയാണ്. അപ്പോൾ ഇതിലൊക്കെ വരുന്ന ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ കൺസോൾ ഉണ്ടല്ലോ, അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. അതായത് ബേസ് മോഡലിൽ അനലോഗും ഡിജിറ്റലും ചേർന്ന കൺസോളാണ് വരുന്നത്. അതുപോലെ മറ്റ് നാവിഗേഷൻ വരുന്നത് ടേൺ ബൈ ടേൺ നാവിഗേഷനാണ് വരുന്നത്. ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഇത് മിഡിൽ ഓപ്ഷനാണ്, മിഡിൽ വേരിയൻ്റ് ആണ്. ഇതിലും ടോപ്പ് വേരിയൻറ്റിലും വരുന്നത് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു കൺസോളാണ്. അപ്പോൾ അതിൽ നീഡിലും എല്ലാം ഡിജിറ്റലായിരിക്കും. പിന്നെ നമുക്ക് ഫോണിൽ നിന്ന് നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൊക്കേഷൻ ഫോണിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ മാപ്പ് റൂട്ടെല്ലാം നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഒരു അടിപൊളി ഡിജിറ്റൽ ക്ലസ്റ്ററാണ് ഈ വണ്ടിയിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിക്ക് ഫിനാൻസ് ഓപ്ഷൻ വരുന്നുണ്ട്. അത് 10,000 രൂപ മുതലാണ്. 10,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാവുന്നതാണ്. അത് കേരളത്തിലുള്ള ഏത് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാവുന്നതാണ്. ഇതിന് വെയിറ്റ് നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഓടിച്ച് വന്നപ്പോഴത്തേക്കും വെയിറ്റ് ഒന്നും ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. കാരണം നല്ല സ്മൂത്തായിട്ട് ഓടിച്ച് വരാൻ പറ്റി. ഇതിന് 185 kilograms ആണ് ഇതിൻ്റെ വെയിറ്റ്. നമ്മുടെ ഹിമാലയൻ 450യിൽ നിന്ന് ഒരു 10-11 കിലോ കുറവാണ് ഈ വണ്ടിക്ക്. പക്ഷേ 185 kilograms ഉണ്ട്. അതായത് എൻ്റെ ഇപ്പോൾ സ്റ്റാൻഡേർഡാണ് ഇരിക്കുന്നത്, അതിൻ്റെയൊക്കെ തന്നെ ഏകദേശം സെയിം വെയിറ്റ് ആണ് ഇതിനും വരുന്നത്. പക്ഷേ ഇതിൽ ഒട്ടും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് വെയിറ്റ് ഒന്നും ഞാൻ ഓടിച്ച് വരുമ്പോഴൊക്കെ നല്ല സ്മൂത്തായിട്ട് ഓടിച്ച് വരാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും ഒക്കെ നല്ല സുഖമായിട്ടുണ്ട്. പിന്നെ ഈ വീതിയേറിയ ടയർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കോർണറിംഗ് ഒക്കെ, നമുക്ക് ചിലപ്പോൾ ഈ ടയറിൻ്റെ കട്ടയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും കോർണറിംഗ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് കോർണർ ചെയ്ത് വണ്ടി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് 780 mm ആണ്. അതായത് ഹിമാലയനിൽ നിന്ന് കുറച്ചുകൂടെ കുറഞ്ഞ സീറ്റ് ഹൈറ്റാണ് വരുന്നത്. ഷോർട്ടായിട്ടുള്ള റൈഡേഴ്സിനും ഓടിക്കാൻ ഇരുന്ന് കാല് നിലത്തെത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സീറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ കസ്റ്റമൈസേഷൻ പ്രോഗ്രാം ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് വേണമെങ്കിൽ സീറ്റ് ഹൈറ്റ് കൂട്ടാം, ഒരേ ലെവലിലുള്ള സീറ്റൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു റൈഡിങ് പോസ്ചർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സീറ്റ് അത്യാവശ്യം കംഫർട്ടബിളാണ്, നല്ല വീതിയുള്ള സീറ്റാണ്. പിന്നെ കുറേ ലോങ് ഒക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും അതിനെപ്പറ്റി. ഏതായാലും റൈഡിങ് സീറ്റ് വളരെ കംഫർട്ടബിളാണ്. റിയറിലും കുഴപ്പമില്ലാത്ത ഒരു വീതിയുള്ള സീറ്റാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 169 mm ആണ്. അപ്പോൾ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഈ വണ്ടിക്ക്. നമുക്കിപ്പോൾ ചെറിയ ഓഫ് റോഡുകളൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഓടിച്ച് പോകാനായിട്ട് സാധിക്കും. അതുപോലെ ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ചെറിയൊരു അത് വലിയ ഓഫ് റോഡൊന്നും ഇല്ല, റോഡ് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നതാണ്. അതുവഴി ഓടിച്ച് വന്നപ്പോഴൊക്കെ നിന്ന് ഓടിക്കുമ്പോഴൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മേ ബി ഈ ഹാൻഡിൽ കുറച്ച് ഹൈറ്റ് ഉണ്ട്, അതൊക്കെ കൊണ്ടായിരിക്കും നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫുഡ് പെഗ് ഹിമാലയനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ റിയറിലോട്ടാണ് വന്നിട്ടുള്ളത്. ഹിമാലയനിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലാണ്. പക്ഷേ അതുകൊണ്ട് റിയറിലാണെന്ന് വെച്ചിരുന്നാൽ ഒരുപാട് പുറകിലോട്ടല്ല. അതുകൊണ്ട് തന്നെ റൈഡിങ്ങിനൊന്നും വലിയ ഡിസ്കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ടാങ്ക് വന്നിട്ടുള്ളത് 11 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് വന്നിട്ടുള്ളത്. ഹിമാലയൻ്റെ അതുപോലെയൊക്കെ തന്നെ, പക്ഷേ കുറച്ചുകൂടെ ചെറിയ ടാങ്കാണിത്. ഇതിന് റോഡ്സ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൂറിംഗ് പർപ്പസ് ഉള്ള വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ ഈ 11 ലിറ്റർ ടാങ്ക് ഇതിന് ധാരാളമായിട്ട് മതിയാവും. പിന്നെ ഇതിന് വന്നിട്ടുള്ള മൈലേജ് കമ്പനി പറയുന്നത് 29.5 km/l ആണ്. അപ്പോൾ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. പിന്നെ നമ്മളൊരു അഗ്രസീവായിട്ടുള്ള റൈഡിംഗ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ കുറയാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ പലരെയും അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു നോർമലായിട്ടുള്ള ഒരു മൈലേജാണ് 29.5 എന്ന് പറയുന്നത്. കാരണം 450cc എഞ്ചിനാണ്, നല്ല പവർഫുള്ളാണ്. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
ഇനി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സസ്പെൻഷനെ പറ്റിയാണ്. ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് നോർമൽ ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ്. അതായത് ഹിമാലയനിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്സൈഡ് ഡൗൺ ഫോക്കാണ്, UST ഫോക്സാണ് വന്നിട്ടുള്ളത് ഹിമാലയനിൽ. പക്ഷേ ഇതിൽ വന്നിട്ടുള്ളത് നോർമൽ ആയിട്ടുള്ള സസ്പെൻഷനാണ്. റിയറിൽ മോണോഷോക്ക് സസ്പെൻഷനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സസ്പെൻഷനാണ് ഇതിൽ അവർ റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. ഡുവൽ ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിലും റിയറിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. രണ്ടും ABS ആണ്, ABS എക്യുപ്ഡ് ആയിട്ടുള്ള ഡിസ്ക് ബ്രേക്സ് ആണ്. പിന്നെ ഇതിൽ ഹിമാലയനിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഹിമാലയനിൽ ABS ഓഫ് ചെയ്യാൻ സാധിക്കും, ഇതിൽ ഓഫ് ചെയ്യാൻ പറ്റില്ല. മേ ബി അത് ഹിമാലയൻ ഒരു ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ടും ഇത് റോഡ്സ്റ്റർ ആയതുകൊണ്ടുമായിരിക്കും ഇതിൽ ഒരു ഓഫ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കൊടുക്കാത്തത്. ഇനി നമുക്കിതിൽ ഇരുന്നിട്ടുള്ള വ്യൂ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിതേ കാലിൻ്റെ പോസ്ചർ വരുന്നത് ഇങ്ങനെയാണ്. ഒരുപാട് പുറകിലോട്ടല്ല, അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. ഫുഡ് പഗ്ഗൊക്കെ ഈസിലി ആക്സസിബിൾ ആണ്. അതുപോലെ നമുക്ക് ഇരിക്കുമ്പോൾ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് കിട്ടുന്നത്. നമ്മുടെ പോസ്റ്റർ നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള പോസ്റ്ററാണ്, നല്ല അഗ്രസീവ് ആയിട്ടുള്ളൊരു പോസ്റ്ററാണ്. അപ്പോൾ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് വണ്ടിക്ക്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് എങ്ങനെയാണെന്നുള്ള ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് സൈലൻസറിൽ നിന്ന് തുടങ്ങാം. സൈലൻസർ നമ്മുടെ ഹിമാലയനിൽ വന്നിട്ടുള്ള സെയിം സൈലൻസറാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കണ്ടേ. അത്യാവശ്യം ത്രസിപ്പിക്കുന്ന സൗണ്ട് തന്നെയാണ് ഇതിനുള്ളത്. ഇനി നമുക്കിതിൻ്റെ സ്വിച്ചസ് ഒന്ന് നോക്കാം. സ്വിച്ചസ് വന്നിട്ടുള്ളത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്വിച്ചൊക്കെയാണ്. പാർട്സും എല്ലാം ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷുള്ള പാർട്സൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മുടെ സാധാരണ ഇപ്പോഴുള്ള പുതിയ മോഡലിലൊക്കെ വരുന്ന പോലെ തന്നെ റോട്ടറി സ്വിച്ചാണ് സ്റ്റാർട്ടിങ്ങിന് വന്നിട്ടുള്ളത്, സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ളത്. എൻജിൻ കിൽ സ്വിച്ച് ഒക്കെ അതിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ലൈറ്റിൻ്റെ സ്വിച്ചും റോട്ടറി സ്വിച്ചാണ്. പാസിങ്ങിനെ അടിക്കാം, ഇത് ഹൈ ബീം, ലോ ബീം. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഹോണ്. ഈ സ്വിച്ച് വന്നേക്കുന്ന കണ്ടില്ലേ, നമ്മുടെ നാവിഗേഷൻ ഡിസ്പ്ലേയിൽ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു മോഡിൻ്റെ പെർഫോമൻസ് മോഡ്, എക്കോ മോഡ്, അങ്ങനെ 2 റൈഡ് മോഡുണ്ട്, എക്കോ ആൻഡ് പെർഫോമൻസ്. ഇപ്പോൾ പെർഫോമൻസ് മോഡിലാണ് വണ്ടി ഉള്ളത്. ഈ മോഡ് നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ലൈറ്റിനെ പറ്റി സംസാരിക്കാം. ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് LED ഹെഡ്ലൈറ്റ് ആണ്. അത്യാവശ്യം പവറുള്ള ഹെഡ്ലൈറ്റ് ആണ്, കാണാൻ നല്ല ഫിറ്റും ഫിനിഷും ഉള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ്. പിന്നെ ഇതിൽ കസ്റ്റമൈസേഷൻ പ്രോഗ്രാം വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്രില്ല് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അതൊക്കെ റോയൽ എൻഫീൽഡ് വഴി തന്നെ കിട്ടും. ലീഗലായിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ ആയിരിക്കും. അതുപോലെ കസ്റ്റമൈസേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, മിററും ഒക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ടോപ്പ് എൻഡ് വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ടോപ്പ് എൻഡ് വണ്ടിയിൽ ഇവിടെ ഒരു മിറർ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഹെഡ്ലൈറ്റ് അത്യാവശ്യം പവർഫുൾ ആണെന്ന് പറഞ്ഞു. ഇൻഡിക്കേറ്റേഴ്സ് ഈ 2 ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത്. വണ്ടി ശരിക്കും ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് അത്യാവശ്യം വലിപ്പമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ ടൈൽ ലാമ്പ് കണ്ടില്ലേ, ടൈൽ ലാമ്പ് ഇൻഡിക്കേറ്ററും ഒരേ ഇതിലാണ് വന്നിട്ടുള്ളത്, ഒരേ യൂണിറ്റിലാണ്. അതിന് ഇൻറ്റിഗ്രേറ്റഡ് ടൈൽ ലാമ്പ് എന്നാണ് റോയൽ എൻഫീൽഡ് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫംഗ്ഷനും വർക്കാവും. അതിൻ്റെ അകത്തായിട്ട് ഇൻഡിക്കേറ്ററും ലൈറ്റും കത്തും. അത് നല്ലൊരു ഫീച്ചറാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ വൈബ്രേഷൻ ഒന്ന് നോക്കാം. അതിനാണ് വാട്ടർ കപ്പ് ടെസ്റ്റ്. ശരിക്കും ഇപ്പോഴത്തെ പുതിയ J സീരീസ് എഞ്ചിനൊക്കെ നമ്മൾ വാട്ടർ ടെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും റോയൽ എൻഫീൽഡിനെ കളിയാക്കുന്ന പോലെ ഉണ്ടാകും. എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് വൈബ്രേഷൻ ടെസ്റ്റ് ഒന്ന് നോക്കാം. എത്രത്തോളം റോയൽ എൻഫീൽഡ് അവരുടെ വൈബ്രേഷനെ കുറച്ച് എഞ്ചിൻ റിഫൈൻഡ് ആക്കിയിട്ടുള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണേ. ഗ്ലാസ് ഇരിക്കുന്ന കണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഗ്ലാസ്സിലുള്ള വെള്ളം ഒട്ടും തെറിച്ചിട്ടോ കുലുങ്ങിയിട്ടോ ഒന്നുമില്ല. പഴയ ഈ എഞ്ചിനായിരുന്നുണ്ടെങ്കിൽ ഈ വെള്ളമൊക്കെ ഇവിടെ തെറിച്ച് സീറ്റിൽ മൊത്തം ആയേനെ. നമ്മളെ പഴയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സൈൻ ഔട്ട് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസോ കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക, ഞങ്ങൾ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ബുക്കിങ്ങിനും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കും ഡിസ്ക്രിപ്ഷനിൽ, അപ്പോൾ അത് നോക്കാവുന്നതാണ്. അപ്പോൾ അഭിലാഷ് സൈനിങ് ഔട്ട് ഫ്രം ഡ്രൈവിംഗ് ഓട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.